ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ബി ഹൗസിൽ ഇന്നലെ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ മോർണിംഗിൽ അവർക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള ഓമന പേരുകൾ നൽകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓമന പേരുകൾ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറയണമെന്നാണ്. പക്ഷെ അപ്പോൾ ഓരോരുത്തരും ഓരോ പേരുകളും നല്ല നമുക്ക് ചിരി വരുന്ന തരത്തിലുള്ള പേരുകളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ അക്ബർ ടാസ്ക് കളിക്കാൻ വേണ്ടി വരികയാണ്. അക്ബർ അപ്പോൾ പറഞ്ഞ പേര് അക്ബർ രേണു സുധീനെ ചൂസ് ചെയ്യും. വേറൊരാളെയും ചൂസ് ചെയ്തു. രേണു സുധീനെ ചൂസ് ചെയ്തിട്ട് അക്ബർ പറഞ്ഞ പേരാണ് സെപ്റ്റി ടാങ്ക് എന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിനുശേഷം അപ്പോൾ ചിരിച്ചുകൊണ്ട് വാവ് നൈസ് എന്നൊക്കെ ചേച്ചി സംസാരിക്കുകയുണ്ടായി. പക്ഷെ അതിനുശേഷം റൂമിൽ ചെന്ന് ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ചേച്ചി എന്നല്ല, ഏതൊരു വ്യക്തി, എനിക്കാണെങ്കിലും ഒരുപാട് വിഷമാവും. കാരണം ചേച്ചി പറയുന്നുണ്ട് വെറും തീട്ടക്കുഴി എന്ന് സൂചിപ്പിച്ചു. സത്യമല്ലേ? സെപ്റ്റി ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും മലവിസർജനം നടത്തുന്ന ഒരു സ്ഥലം. അത്രയും മോശമായ, വൃത്തിഹീനമായ, അത്രയും ഇതില്ലാത്തൊരു സ്ഥലത്തെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുക. അവന് വേറെ എന്തൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു. ഈ അക്ബർ എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ഇപ്പൊ രേണു സുധി ഒരു സാധാരണ വ്യക്തിയാണ്, അതിലും സാധാരണ വ്യക്തിയാണ് അക്ബർ. അക്ബർ ഇപ്പോൾ ഇത്രയും വലിയ ഗായകനായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്കാരത്തോടെ സംസാരിക്കാൻ പഠിക്കണം. മറ്റൊരാളെ ഒരു പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ അതിൽ എത്രത്തോളം മറ്റൊരാൾക്ക് ഹേർട്ട് ഉണ്ടാകുന്നു, മനുഷ്യ മനസ്സുകളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇതാണ് പുള്ളിക്കാരൻ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചെന്ന് പറയാം. കാരണം അക്ബർ എന്ന വ്യക്തി സരിഗമാപ്പായിൽ വന്ന സമയത്ത് സ്വന്തം അനുഭവങ്ങൾ, ജീവിത കഥ പറഞ്ഞ് കരഞ്ഞ ഒരു വ്യക്തിയാണ്. നല്ല ഒരു ഉമ്മാന്റെ മോനാണ് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഉമ്മയ്ക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. പക്ഷെ ഇതുപോലെയുള്ള ഇതുകൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കണം. അക്ബറിനെതിരെ ഒരാളും നല്ല രീതിയിൽ കമന്റ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരാളും അക്ബറിനെതിരെ നല്ലത് പറയുന്നില്ല. കാരണം അക്ബർ എന്ന് ഇതിലും സാധാരണക്കാരനായിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ അവൻ ഒരു സാധാരണക്കാരുടെ ഫീലിങ്സും കാര്യങ്ങളും മനസ്സിലാക്കണമായിരുന്നു. പക്ഷെ അക്ബർ വേറെ പല പേരുകൾ, കാന്താരിന്നോ നുണച്ചിന്നോ അതൊക്കെ പറയണം. അതൊക്കെ സത്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ചേച്ചിനെ വിളിക്കുന്നു, ചേച്ചി എപ്പോഴും പറയുന്ന പല്ലി, ഓന്ത, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. ചേച്ചിക്ക് ഇത്രയും വിഷമം, ചേച്ചിക്ക് നല്ല ആർക്കാണേലും അത് പ്രസന്റബിൾ ഒരു വിഷമം. കാരണം ഏറ്റവും മോശം കാര്യം തന്നെയാണ്. നമ്മളിപ്പോ എനിക്ക് പിന്നെ പറയാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും രേണുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പല ആൾക്കാരും രേണുവിനെ ടാർഗറ്റ് ചെയ്ത് ഈ അപ്പാനി ശരത് എന്ന് പറയുന്ന വ്യക്തി, അവൻ സത്യം പറഞ്ഞ ഒരു പരദൂഷണമാണ് ബി ഹൗസിൽ അവൻ നടത്തുന്ന. അനുമോളെ കുറിച്ച് മോശമായ പരദൂഷണം, അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് പുള്ളിക്കാരിയെ കുറിച്ച്, രേണു സുധിനെ കുറിച്ച് മോശമായ ഒരു പരദൂഷണം നടത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണു സുധി കൊല്ലം സുധിയുടെ വൈഫ് ആയതുകൊണ്ട് മാത്രമാണ് റെസ്പെക്ട് ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ പുറത്തു നിന്ന സമയത്ത് രേണു സുധിനെ കുറിച്ച് ഈ പ്രഡിഷൻ ലിസ്റ്റിൽ വരുമ്പോൾ ഞാൻ ഓർക്കും, ഈ പുള്ളിക്കാരി എന്ത് ചെയ്യാൻ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ പുള്ളിക്കാരി പാഴാണെന്ന്. അപ്പം അപ്പാനി ശരത്ത് ആരാണ്? എല്ലാരും പാഴ് തന്നെയാണ്. ആരും സത്യം പറഞ്ഞ പാഴ് എന്ന ചേച്ചീനെ വിശേഷിപ്പിക്കുന്ന ഈ ശരത് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഈ ശരത് എന്ന് പറയുന്ന ആള് ബി ഹൗസിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പുള്ളിക്കാരനും പാഴ് ഇനത്തിൽ തന്നെ പെടുത്താം. കാരണം എന്താണ്, പുള്ളിക്കാരൻ പെണ്ണുങ്ങളെ കണക്ക് പരദൂഷണം പറച്ചിലാണ് മെയിൻ പരിപാടി. അതായത് അനുമോളുടെ ആണെങ്കിലും മോശം രീതിയിലുള്ള പരദൂഷണം പറയുന്നു. അതുപോലെ തന്നെ രേണു ചേച്ചിയെ കുറിച്ച് മോശം രീതി. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ബി ഹൗസിന്റെ പുറത്ത് എന്താണ് രേണു സുധി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അതിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഹൗസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവരോടൊരു വെറുപ്പ് തന്നെ ആയിരിക്കും. കാരണം ബി ഹൗസിൽ വെച്ച് നിങ്ങളെ മോശമായി ചേച്ചി എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ മോശമായി നിങ്ങളോട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ടാസ്കിൽ ഇടപെടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലാതെ ഈ പാഴ് ജന്മമാണ്, വാഴയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാതിരിക്കുക. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ഒഴിവാക്കി നിർത്തുന്ന ഒരു മൈൻഡ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുറത്ത് പുള്ളിക്കാരി എന്താണോ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് അകത്ത് എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് പിടിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുക. അല്ലാതെ പുറത്തെ രേണു സുധീനെ വെച്ചിട്ട് നിങ്ങൾ അകത്ത് സംസാരിക്കാതിരിക്കുക. അത് നല്ലതായിട്ട് എനിക്കും തോന്നില്ല. അത് ബിഗ് ബോസ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. കാരണം പുള്ളിക്കാരി ആരോടും ഒരു മോശമായിട്ടൊന്നും, പുള്ളിക്കാരി അവിടെ ഉണ്ടോന്ന് പോലും അറിയില്ല. അതുപോലെ ഒതുങ്ങി പോവുകയാണ് ആള്. അത് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പുള്ളിക്കാരി ഒരു വ്യക്തത വരുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തന്നെ മനസ്സിലാകുക. സത്യം പറഞ്ഞാൽ അക്ബർ അതിന് ക്ഷമ പറയുകയാണ് ചെയ്യേണ്ടത്. അക്ബർ ക്ഷമ പറഞ്ഞാലും നമ്മളെ ഒരു വാക്ക് നമ്മൾ മറ്റൊരാൾക്കെതിരെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഹേർട്ട് ആകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ച് നാക്കിലോട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അക്ബർ പറഞ്ഞത് ഏതായാലും മോശമാണ്. കാരണം അക്ബർ ഒരു സാധാരണ ജീവിതം ജീവിച്ച് ഇത്രയും ഗായകനാന്ന് പറഞ്ഞിട്ടെന്നെ കാര്യം. ഗായകന്റെ ഒരു ഇതല്ല അക്ബർ പുറത്തെടുത്ത് കാണിച്ചത്. ഏതായാലും ഞായറാഴ്ച ദിവസത്തെ ലാലേട്ടൻ ഇതിനെ കുറിച്ച് സംസാരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കും. ഞാൻ രേണു ചേച്ചിയിലൂടെയാണ് ഈ കാര്യത്തിൽ. കാരണം രേണു ചേച്ചിക്ക് വിഷമമായത് എനിക്കാണെങ്കിൽ പോലും സങ്കടം
സങ്കടമാവും. നമ്മൾ ഒരാള് അവരൊരു സ്ത്രീയാണ്, ഒരമ്മയാണ്, അവർ പറയുന്നത് ശരിയല്ല, അവരൊരു സ്ത്രീ അമ്മ, ഒരു മനുഷ്യൻ എന്നൊരു പരിഗണന രേണുസുതിക്ക് എല്ലാവരും കൊടുക്കുക. കാരണം അവരെ അത്രയും മറ്റുള്ളവരെ നിങ്ങളുടെ ആരുടെയും വിസർജ്യം തൂക്കി നടക്കേണ്ട ഗതികേടൊന്നും രേണുസുതി എന്ന വ്യക്തിക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ കൈനീട്ടി ഇറക്കാനൊന്നും വന്നൊരു സ്ത്രീയുമല്ല അവര്. അപ്പോൾ അവരവരുടേതായ ജീവിതം ജീവിക്കട്ടെ. എന്തിനവരെ ഇങ്ങനെ മോശമായ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നു? അവരെന്തും ആയിക്കോട്ടെ, നുണ പറയുമായിരിക്കാം, ശരിയാണ്, നുണയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അവര് ഒരു മനുഷ്യൻ എന്നൊരു പരിഗണന കൊടുക്കും. ഇത്രയും മോശമായ വിസർജ്യങ്ങൾ കളയുന്ന ഒരു സ്ഥലത്തെ താരതമ്യപ്പെടുത്തി ഒരു ഓമനപ്പേര് കൊടുത്തതിനോട്, അത് ഓമനപ്പേരെന്ന് അതിന് പറയാൻ പറ്റില്ല, അത് കൊടുത്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്ന കാര്യം, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. അതുകൊണ്ട് എനിക്കിതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ BB ഹൗസ് എങ്കിലും അങ്ങനെ പറയാം. പുറത്തുള്ള രേണുസുതിനെ വെച്ചിട്ട് അകത്തുള്ള ഒരു ഗെയിം കളിക്കാതിരിക്കുക, രേണുസുതിനെ അങ്ങനെ ഒഴിവാക്കി ഗെയിം കളിക്കാതിരിക്കുക, പുള്ളിക്കാരന്റെ സ്വഭാവം അനുസരിച്ച് പെരുമാറുക.